السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിത്യജീവിതത്തിൽ വളരെ ശ്രദ്ധാപൂർവം അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് നാം നിർവഹിക്കേണ്ടുന്ന ദുആകൾ, ദിക്റുകൾ, ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ ഈ പഠന പരമ്പരയിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് നമ്മുടെ സ്വകാര്യ സന്ദർഭമായ നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പ്രവേശിക്കുന്ന, അത് നിർവഹിക്കുന്ന ടോയ്ലറ്റുകളിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തു വരുമ്പോഴും പാലിക്കേണ്ടുന്ന മര്യാദകളിൽ നാം ചൊല്ലേണ്ടതെന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. മറ്റു അതിൻ്റെ അദബുകളോ മര്യാദകളോ ഞാൻ ഈ ഒരു പരമ്പരയിൽ പറയുന്നില്ല. കാരണം ഇത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദിക്റുകളുടെ, ദുആകളുടെ പഠനമാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, ഇദാ ദഖൽതുമുൽ ഖലാ, നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്നതായാൽ ഫഖൂലു, നിങ്ങൾ ഇപ്രകാരം പറയൂ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ഒരു റിപ്പോർട്ടിൽ നമുക്ക് ബിസ്മില്ലാതെ കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. എന്താ അർത്ഥം? ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് ഞാൻ ഈ കാര്യം നിർവഹിക്കാൻ വേണ്ടി പ്രവേശിക്കുന്നത്. അതിനുള്ള എല്ലാ തൗഫീഖും റബ്ബാ തരേണ്ടത്. എത്രയോ ആളുകൾ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ തന്നെ കുഴഞ്ഞു വീണവരുണ്ട്, കൃത്യം നിർവഹിക്കാൻ സാധിക്കാതെ അവിടെ വെച്ച് തലയടിച്ച് വീണവരുണ്ട്. ഒക്കെ കാവൽ എല്ലായിടത്തും വേണം. റബ്ബിൻ്റെ കാവലില്ലാതെ എവിടെ പോകാനാണ്? ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ. മാത്രമല്ല, പിശാച്ചിൻ്റെ കേന്ദ്രങ്ങളാണ് നമുക്ക് കാണാനാവാത്ത ആ രൂപത്തിലുള്ള ജിന്ന്, പിശാച്ചുക്കളുടെയൊക്കെ കേന്ദ്രങ്ങളാണ് ഈ രൂപത്തിൽ മലമൂത്ര വിസർജനം നിർവഹിക്കപ്പെടുന്ന ടോയ്ലറ്റുകൾ എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ കാവൽ തേടാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. റബ്ബിനോടെ കാവൽ ചോദിക്കാനുള്ള, ദുഷ്ടാത്മാക്കളിൽ നിന്നുള്ള ശർറുകൾ നീങ്ങിക്കിട്ടാൻ വിശുദ്ധാത്മാക്കളെ ശരണം എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. സഹോദരങ്ങളെ, ഇതിങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ദുഷ്ടാത്മാക്കളുടെ ശർറിൽ നിന്ന് കാവൽ കിട്ടാൻ വിശുദ്ധാത്മാക്കളായ ഔലിയാക്കളോടാണ് വിളിച്ച് തേടേണ്ടത് എന്ന് പച്ചയായി എഴുതുകയും പറയുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുമ്പോൾ, പ്രിയമുള്ള ശ്രോതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു നമ്മെ അത്തരത്തിലുള്ള ആളുകളുടെ ശർറിൽ നിന്ന് കാത്തുരക്ഷിച്ചല്ലോ എന്ന് റബ്ബിന് നമ്മൾ സ്തുതി പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ നമ്മൾ കാവൽ തേടേണ്ടത് മുഴുവനും അള്ളാഹുവിനോടാണ്. റബ്ബല്ലാതെ നമുക്ക് ആരാണ് കാവൽ തരാനുള്ളത്? ഏത് വിഷയത്തിലുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, ഫൽയസ്തഈദ് ബില്ലാ, അള്ളാഹുവിനോട് കാവൽ ചോദിക്കൂ എന്നേ പറയുന്നുള്ളൂ. നിങ്ങൾ മഹാത്മാക്കളോട്, കഴിഞ്ഞുപോയ വിശുദ്ധരായ പ്രവാചകന്മാരടക്കമുള്ള വിശുദ്ധാത്മാക്കളോട് നിങ്ങൾ കാവൽ തേടിക്കോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരായത്തിലൂടെ നമുക്കൊരു അനുവാദം തന്നിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് ഇവിടെ ചില ആളുകൾ ഖുർആനും സുന്നത്തും ദുർവ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ സുഹൃത്തുക്കളെ, ശിർക്ക് വലിയ ഗൗരവമാണ്. അതുകൊണ്ടാണ് ഈ ശിർക്കിനെ പറ്റി ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്. അപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ ആരോടാ കാവൽ തേടുന്നത്? അള്ളാഹുവിനോട്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്, ശരണം തേടുകയാണ്, അഭയം ചോദിക്കുകയാണ്. മിനൽ ഖുബൂസി, ഖുബൂസ് എന്ന് പറഞ്ഞാൽ, ഖുബൂസ് എന്ന് പറഞ്ഞാൽ ഖബീസിൻ്റെ ബഹുവചനമാണ്. ഖബീസിൻ്റെ ബഹുവചനമാണ് ഖുബൂസ്. അതുപോലെ തന്നെ ഖബായിസ് എന്ന് പറഞ്ഞാലോ അത് ജമ്മു ഖബീസത്ത്, ഖബീസത്തിൻ്റെ ബഹുവചനവുമാണ്. എന്താണ് ഈ ഖബീസും ഖബീസത്തും? നിങ്ങൾ നോക്കൂ, അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് പിശാച്ചുക്കൾ തന്നെയാണ്. പിശാച്ചുക്കളുടെ ശരീരത്തിൽ നിന്ന്, ആൺ പിശാച്ചിൽ നിന്നും പെൺ പിശാച്ചിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു, അവരുടെ ശർറിൽ നിന്ന്. ചിലരൊക്കെ ഇതിനെ പരിഹസിക്കാറുണ്ട്. എന്താ, അപ്പോൾ ആൺപിശാച്ചും പെൺപിശാച്ചും കൂടി മണിയറ കൂടുന്ന സ്ഥലമാണോ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അർത്ഥത്തെ ഇങ്ങനെ പിശാച്ചാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തെ ചിലരൊക്കെ പരിഹസിക്കാറുണ്ട്.
സഹോദരങ്ങളെ, അവർ പറയുന്നു അതവിടെ ചില ആൺകൊതുക് പെൺകൊതുക് പോലെയുള്ള കൊതുകുകൾ രോഗാണുക്കളൊക്കെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ പിന്നെ സഹോദരങ്ങളെ, നമ്മൾ ആ എല്ലാ നിലക്കുള്ള പ്രൊട്ടക്ഷനും പ്രിക്കോഷനൊക്കെ എടുത്ത് ശരിക്ക് എല്ലാ സാനിറ്റൈസ് ചെയ്ത് ഒരു കൊതുകുമില്ല ഒരു മാലിന്യമില്ലാത്ത നിലക്കുള്ളിടത്ത് കയറുമ്പോൾ ഇത് പറയണ്ടേ? എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പൈശാചികമായ സാന്നിധ്യം ഓരോ സ്ഥലങ്ങളിലും അത് എവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചത് തന്നെയല്ലേ? അതുകൊണ്ട് അത്തരത്തിലുള്ള പൈശാചികമായ ഷെറുകളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ആൺ പെൺ പിശാചുക്കളുടേതായ അവരുടേതായ വസ്വാസുകൾ, ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ മനുഷ്യനിൽ ഉണ്ടാകുന്ന ചില അധമ വികാരങ്ങളുണ്ട്, മോശപ്പെട്ട ചില പ്രവൃത്തികൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും, പല വിധത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കാവൽ ചോദിക്കുവാൻ വേണ്ടി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പം അതാണ് സഹോദരങ്ങളെ നമ്മൾ തുടക്കത്തിൽ അപ്പോൾ ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, കൃത്യം നിർവഹിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ പറയുന്നു, കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖറജ മിനൽ ഖലാഇ ഖാല ഗുഫ്രാനക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പതിവായിരുന്നു ഇദാ ഖറജ മിനൽ ഖലാഇ, അവിടുന്ന് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേളയിൽ ഇപ്രകാരം പറയുക പതിവായിരുന്നു, ഗുഫ്രാനക്, നിന്റെ പാപമോചനത്തിന് ഞാൻ തേടുന്നു. അതാണ് ഗുഫ്രാനക് എന്ന് പറഞ്ഞാൽ. ഗുഫ്രാനക്ക എന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന അതേപോലെ തന്നെയാണ്. അല്ലെങ്കിൽ റബ്ബി ഗഫിർലി അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗഫിർലി എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു പ്രയോഗമാണ്. ഗുഫ്രാനക്, ഗുഫ്രാനക്, നിന്റെ അടുക്കൽ നിന്നുള്ള ഗുഫ്രാൻ, പാപമോചനം നീ എനിക്ക് നൽകണമേ എന്നാണ്. എന്താണ് ഇപ്പോൾ ആ സമയത്ത് മനുഷ്യനെ കൊണ്ടൊരു ഇസ്തിഗ്ഫാർ ചോദിപ്പിക്കുന്നത്? ആ സമയത്തൊരു പാപമോചന തേട്ടം നടത്തിപ്പിക്കുന്നതിൻ്റെ ഹിക്മത്ത് എന്താണ്? പല പണ്ഡിതന്മാരും അതിസംബന്ധമായിട്ടുള്ള പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. അതിലേറ്റവും നമുക്ക് പ്രബലമായൊരു വ്യാഖ്യാനമാണ് എന്ത്? അത് അള്ളാഹുവിനോട് പൊറുക്കൽ തേടാൻ കാരണം എന്താണ്? ഖൗഫം മിൻ തഖ്സീരിഹി. കണ്ടോ, നമ്മൾ അള്ളാഹുവിനോട് ഫി അദാഇ ശുക്രി ഹാദിഹി നിഅമത്തിൽ ജലീല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത മഹത്തായ ഒരു നിഅമത്ത്, ആ നിഅമത്തിന് ശുക്ർ ചെയ്യുന്നതിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ട്, അതിന് പേടിച്ചുകൊണ്ടാണ് അള്ളാഹുവെ പൊറുക്കണേ എന്ന് പറയുന്നത്. അതെന്താ? അള്ളാഹ് ചെയ്തെന്ന വലിയ അനുഗ്രഹം എന്താ? ആ സമയത്ത് അള്ളയാണ് അവന് ഭക്ഷണം കഴിക്കാനുള്ള തൗഫീക്ക് കൊടുത്തത്. അള്ളയാണ് ആ കഴിച്ച ഭക്ഷണം ദഹന വ്യവസ്ഥയോടുകൂടി അവൻ്റെ ആന്തരികാവയവങ്ങളിൽ അത് ശരിയായ നിലക്കര് ദഹിപ്പിച്ച് അത് മാലിന്യമാക്കി മാറ്റി, സുമ്മ സഹല ഖുറൂജഹു, പിന്നെ അത് പുറത്തേക്ക് തള്ളാൻ അവന് എളുപ്പം നൽകി. ഇതാരാ കൊടുത്തത്? അള്ളാഹുവാണ്. അപാരമായൊരു അനുഗ്രഹമല്ലേ? എത്ര ആളുകൾക്കാണെന്നറിയോ സഹോദരങ്ങളെ, മലം വിസർജിക്കാൻ അവർക്ക് കഴിയൂല. അള്ളാഹു നമ്മെ എല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എത്രയോ ആളുകൾ ഹോസ്പിറ്റലൈസ് ആയി കഴിഞ്ഞാൽ അവർക്ക് മലം പോരൂല. ആ മലം അങ്ങോട്ട് പുറത്തേക്കാണ് പോരാൻ അള്ളാൻ്റെ ഒരു തൗഫീക്ക് കിട്ടണ്ടേ? അത് രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അതവിടെ അങ്ങോട്ട് ഉറച്ച് കട്ടിയായി, കല്ലുപോലെ കട്ടിയായി, പിന്നെ അതൊക്കെ ഡോക്ടർമാർ പ്രത്യേകമായ നിലക്ക് ഇങ്ങോട്ട് മാന്തി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ആ രോഗി അനുഭവിക്കുന്ന വേദനയും ആ രോഗി ആ വേദന കൊണ്ട് പൊളയുന്ന അട്ടഹാസമൊക്കെ ഇപ്പുറത്ത് തിയേറ്ററിൻ്റെ അപ്പുറത്ത് കേൾക്കാൻ സാധിക്കും. ആലോചിച്ച് നോക്കണം, അപ്പോൾ എത്ര കടുത്ത വേദനയാണത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ അള്ളാഹു ചെയ്തു തരുന്നൊരു വലിയ നിഅമത്താണ്. നമ്മളിതൊക്കെ സുഖമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ വെള്ളം ഉള്ളിലേക്ക് പോകുന്നു, നമ്മളൊന്നും അറിയുന്നില്ല. അതൊരു ടീസ്പൂണ് വെള്ളാണ്ട് ഇറങ്ങാതെ ട്യൂബൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരുന്നൊരു രംഗം. ഒരു ടീസ്പൂണ് വെള്ളം ഇറങ്ങാൻ പറ്റാതെ ഒരു കഷ്ടപ്പെടുന്ന രോഗികളെ കാണുമ്പോഴാണ് ഈ കുടിക്കുന്ന വെള്ളം. ഇനി അത് പോയി കിട്ടണ്ടേ? ഇങ്ങനെ മാലിന്യം ശരീരത്തിൽ കെട്ടിക്കിടക്കാൻ പറ്റുമോ? അത് പോകണ്ടേ? അപ്പോൾ വലിയ നിഅമത്താണ് അള്ളാഹു ചെയ്തു തരുന്നത്. ആ നിഅമത്തിനൊക്കെ ഇത്രത്തോളം വലിയ നിഅമത്ത് റബ്ബ് എനിക്ക് ചെയ്തു തന്നിട്ട് ഞാൻ അതിനൊക്കെ ശുക്ർ ചെയ്യുന്നുണ്ടോ? അതിനൊക്കെ ശുക്റുകളിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചകൾ വരുന്നുണ്ടാകും. ഗുഫ്രാനക റബ്ബേ, എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന നിനക്ക് ചെയ്യേണ്ട ശുക്റുകൾ അതാവിധി നിർവഹിക്കാത്തതിൻ്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കാതെ
എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ. കണ്ടോ ഈ നിഅമത്ത്. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കണേ. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, എപ്പോഴും മനുഷ്യൻ ദിക്റുകളും ദുആകളൊക്കെ ചൊല്ലേണ്ടവനല്ലേ, ആ സമയത്ത് അവനത് ചൊല്ലാതെ ഇരിക്കേണ്ടി വരില്ലേ. അതിൽ ആ വ്യാഖ്യാനം അത്ര ഒരു പ്രബലതല്ല. കാരണം എന്താ കാരണം? അവിടെ ഇപ്പോൾ അത് ചൊല്ലാം, അവൻ ചൊല്ലാഞ്ഞിട്ടല്ലല്ലോ, ചൊല്ലരുതേ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അല്ലാഹു തആല വിലക്കിയത് കൊണ്ട് പിന്നെ ഇനി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് അതിര് കിടന്നൊരു വ്യാഖ്യാനമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, നമ്മളവരെ ആക്ഷേപിക്കല്ല, വലിയ പണ്ഡിതന്മാരെന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഇതിൽ അർത്ഥമില്ല. കാരണം അത് അല്ലാഹു തആല അവനോട് ആ സമയത്ത് അവിടെ ദിക്റെല്ലാം പാടില്ല എന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ മനുഷ്യൻ ഏത് സമയത്തും റഹ്മാനായ റബ്ബിനോട് തനിക്ക് കിട്ടുന്ന നിഅമത്തുകളൊക്കെ എത്രയാണ് എന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിഅമത്തൊക്കെ തന്നെ എത്രയാണ് അതിൻ്റെ വലിപ്പവും മഹത്വമൊക്കെ ഉള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു ചെയ്തു തന്ന ഇത്രയും വലിയൊരു നിഅമത്തല്ലേ, അതിന് ശുക്ർ ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ, പലപ്പോഴും എനിക്കങ്ങനെ വീഴ്ചകൾ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഗുഫ്റാനക റബ്ബേ പുറത്തു തരണേ, വല്ല പോരായ്മയും വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ. ഇതിനോടനുബന്ധമായ ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. ചില ആളുകൾ ഇത് പറയുന്നതിൻ്റെ കൂടെ ഗുഫ്റാനക എന്ന് പറയുന്നതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിക്കൊണ്ട് ഇങ്ങനെയും പറയാറുണ്ട്, ഗുഫ്റാനക അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി. അർത്ഥത്തിന് തകരാറൊന്നുമില്ല, നല്ല അർത്ഥങ്ങളുള്ള വാചകം തന്നെയാണ്. എന്തായാലും പറയേണ്ടത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതി. അല്ലദീ ആഫാനി, എനിക്കവൻ ആരോഗ്യം തന്നു. അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നിൽ പിന്നെ അദാ വആഫാനി, എൻ്റെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഈ മാലിന്യങ്ങളെ പോക്കിത്തന്ന, എന്നിട്ട് എനിക്ക് സൗഖ്യം നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നുള്ള അർത്ഥം പറയുന്ന അർത്ഥത്തിൽ തകരാറുണ്ടായിട്ടല്ല. പക്ഷേ നമ്മൾ അർത്ഥത്തിൽ തകരാറില്ല എന്ന് വിചാരിച്ചിട്ട് ഓരോന്നിങ്ങനെ എക്സ്ട്രാ ഫിറ്റിങ് നമ്മളെ വകയായിട്ട് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ച് തന്നിട്ടില്ല. അതൊന്നും സ്വഹീഹായ ഹദീസുകളിൽ ആ പ്രാർത്ഥന സ്ഥിരപ്പെട്ടിട്ടില്ല. ഏത് ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി. പണ്ടൊക്കെ മദ്രസ പാഠപുസ്തകങ്ങളിലൊക്കെ ചെറുപ്പത്തിൽ ചില ആളുകളൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് ഹദീസുകളിൽ സഹീഹായി വന്നിട്ടില്ല. ഇത്രമാത്രം പറഞ്ഞാൽ മതി, ഗുഫ്റാനക. അതാണ് ആ വിഷയത്തിലുള്ള നബിചര്യയിൽ വന്നിട്ടുള്ള പ്രാർത്ഥന എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമയങ്ങളിലും നമ്മൾ എപ്രകാരമാണോ റബ്ബിനെ ഓർക്കേണ്ടത്, അവനോട് നമ്മുടേതായ പോരായ്മകളെക്കുറിച്ച് പറയേണ്ടത്, അവനോട് അഭയം ചോദിക്കേണ്ടത് എന്നതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെയും കേവലം കേട്ട് തള്ളുവാനുള്ളതല്ല, കേൾക്കുവാനും അത് നിത്യജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ വക്താക്കളായി തന്നെ റബ്ബിനോട് അനുസരണയുള്ളവരായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മളിൽ നിന്നെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ മാരക രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.